ഓഡിബിൾ ആയില്ല, ക്ലിയർ അല്ലേ പറയുന്നത്? ഹലോ, am I audible to you? Sir. Okay. സോ നമ്മൾ എന്തൊക്കെയാ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു? എന്തിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? വിസ്കസ് ഫ്ലോ ആയിരുന്നു അല്ലേ? റൈറ്റ്, വിസ്കസ് ഫ്ലോ, പൈപ്പ് ഫ്ലോയിൽ നടക്കുമുണ്ടാകുന്ന വിസ്കസ് ഫ്ലോ എഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, അതുമായി റിലേറ്റഡ് അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് അല്ല, അത് റിലേറ്റഡ് ആണ് ഇനി എടുക്കാൻ പോകുന്നത് ഫിഫ്ത്ത് മൊഡ്യൂൾ. റൈറ്റ്, മേജർ ഇനീഷ്യലി 2 ടോപ്പിക്സ് ആണ് ഇനി ഫിഫ്ത്ത് മൊഡ്യൂൾ നമ്മൾ എടുക്കാനുള്ളത്. മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മേജർ ആയിട്ട് വരുന്ന ഒന്ന് ബൗണ്ടറി ലെയർ തിയറി. Okay, first one is boundary layer theory, then second main topic is dimensional analysis. Okay, so let's begin with boundary layer theory. Okay, so we need to know what is a boundary layer and how a boundary layer is formed, where or when it is formed, like that. Okay, so boundary layer, actually boundary layer theory അല്ലെങ്കിൽ boundary layer എന്ന് പറയുന്നത് imaginary concept ആണ്. ആക്ച്വലി നമുക്കൊരു ഫിസിക്കലി വിസിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പ് ഫ്ലോ നടക്കുന്നുണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജനറൽ ആയിട്ടൊരു പ്ലേറ്റ് സർഫസിന്റെ മുകളിലോട്ട് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. ആ കേസിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു വിസിബിൾ ആയിട്ടുള്ള ഫിനോമിന, ഫിസിക്കലി വിസിബിൾ ആയിട്ടുള്ള ഒരു ഫിനോമിന അല്ല, ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. പക്ഷെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കുന്നത്. ഇനീഷ്യലി നമുക്ക് how these bound layers are formed, or where, which are the places the bound layer is getting formed. So what are the effect of bound layer while a fluid is flowing over some plates or some through a surface or through a channel. Okay. Okay, screen visible അല്ലേ നിങ്ങൾക്ക്? Yes, sir. So initially നമ്മളൊരു ജസ്റ്റ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യാം. എവിടെയും സർഫസിലോ എവിടെയും ഒരു ത്രൂ ഒരു പൈപ്പ് ഫ്ലോ അല്ല, ഒരു ഫ്ലോ പ്ലേറ്റ് സർഫസിന് മുകളിലോട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഫ്രീലി ഫ്ലോയിങ് fluid. Okay, such flows are known as free stream, and basically the velocity for this flow or velocity for this free stream flows are represented by free stream velocity. Okay, ഒരു ജനറൽ ടേം ആണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. നോർമലി ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് എവിടെ ഒരു കോണ്ടാക്ട് ഒന്നുമില്ല. ഇത് കോണ്ടാക്ട് വരുമ്പോഴാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലൊക്കെ പറഞ്ഞ പോലെ ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഇതിന്റെ ഒരു വിസ്കസ് എഫക്റ്റും ഷിയർ സ്ട്രെസ്സും അതുമായിട്ടുള്ള ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, whenever which is flowing, this fluid is flowing very freely without any contact to any places or any surfaces. Such flows are known as free stream flow, and the velocity for the such flows are known as free stream velocity. Okay, initially നമ്മൾ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഉണ്ട്. ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റിനെ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന റെപ്രസെന്റേഷൻ ആണ് എന്ത്? യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ സ്ട്രീം വെലോസിറ്റി പറയാൻ വേണ്ടി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇനി അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഫ്രീ സ്ട്രീം വെലോസിറ്റി ഈസ് യൂണിഫോം അലോങ് വൈ എക്സ്. ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുത്താൽ എവിടെയും കോണ്ടാക്ട് ഇല്ലെങ്കിൽ നമ്മൾ നോർമലി ഫുൾ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എവിടെയും കോണ്ടാക്ട് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ വൈ ഡയറക്ഷനിൽ യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ യൂണിഫോം ആയിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട് ദ സെയിം ആയിരിക്കും. ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കും, ഒരു പോയിന്റിൽ സെക്ഷൻ എടുത്താൽ ഇൻ വൈ ഡയറക്ഷൻ free stream velocity will not vary, but in x direction it may vary. Okay, y direction it will be constant ആയിരിക്കും ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ. ദാറ്റ് ഈസ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഇനി ഞാൻ എടുക്കുന്നു ഒരു പ്ലേറ്റ് ഇതുമായിട്ട് കോണ്ടാക്ട് വന്നു. ഓക്കെ, പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു സർഫസ്
while flowing in free stream, we are getting a contact. Free stream flow is getting a contact with a plate surface. Okay, ഒരു ബേസ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് സർഫേസ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിലേക്ക് നമ്മൾ ഒരു ഫ്ലോ കൺസിഡർ ചെയ്യണം. ഫ്ലോ നടക്കുന്ന കഴിഞ്ഞാൽ ഇൻ ദ ഡയറക്ഷൻ പ്ലേറ്റ് വെക്കുന്നത് പാരലൽ ടു ദ ഫ്ലോ ഡയറക്ഷൻ ആണ്. ഈ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്, അതിന് പാരലൽ ആയിട്ടാണ് പ്ലേറ്റ് സർഫസ് വരുന്നത്. ഓക്കെ, സോ അഡ്ജസ്റ്റന്റ് നമ്മൾ ഒരു പ്ലേറ്റ് സർഫസ് വെച്ചു. നമ്മൾ മുന്നേ ഫോർമുലയോട് പറഞ്ഞിട്ടുള്ളതാണ് ബൗണ്ടറി സർഫസിൽ ഈ ഇനീഷ്യലി പ്ലേറ്റ് സർഫസ് അല്ലെങ്കിൽ സോളിഡ് സർഫസ് വരെ കോണ്ടാക്ട് വരുന്ന പോയിന്റിൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സെയിം ആസ് വെലോസിറ്റി ഓഫ് ദ സോളിഡ് ബൗണ്ടറി ആയിരിക്കും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടില്ല വെലോസിറ്റി ഓഫ് ബൗണ്ടറി, വെലോസിറ്റി ഓഫ് ഈ അഡ്ജസന്റ് ഫ്ലൂയിഡ് ലെയർ, സോളിഡ് സർഫസിന് അഡ്ജസന്റ് ആയിട്ട് വരുന്ന ഈ ഫ്ലൂയിഡ് ലെയറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സോളിഡ് സർഫസിന്റെ സെയിം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, ഇൻ ദിസ് കേസ് നമുക്ക് സോളിഡ് ബൗണ്ടറി എന്താ, സോളിഡ് ബൗണ്ടറിയുടെ വെലോസിറ്റി 0 ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേഷനറി പ്ലേറ്റ്. സോ at this immediate point called adjacent fluid layer, which will be having a velocity of 0. Okay, ഒരു 0 വെലോസിറ്റി ഉണ്ടാകും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അഡ്ജസന്റ് ആയിട്ട് സോളിഡ് ബൗണ്ടറി ലെയറിന് കറസ്പോണ്ട് ചെയ്യുന്ന എന്താണോ ഉള്ളത്, ലെയർ ഏതാണോ ഉള്ളത് ഫ്ലൂയിഡ്, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണോ സോളിഡ് ബൗണ്ടറിന്റെ വെലോസിറ്റി, ആ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. സോളിഡ് ബൗണ്ടറി ഇവിടെ സ്റ്റേഷനറി ആയതുകൊണ്ട് we can consider it as 0 velocity. Okay, ഈ ഒരു adjacent fluid layer ഇതുമായിട്ട് സ്റ്റിക്ഡ് ആയിരിക്കും. ഇനീഷ്യലി വരുന്ന adjacent fluid layer, it will be getting stick to the solid surface and its velocity will become 0. That is small u. Capital U infinity and free stream velocity and small u equal to 0. That condition is known as no slip condition. Okay, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്താ പറയുക, no slip condition. Okay, so when a real fluid flows past a solid boundary or solid wall, the fluid wall adhere to the boundary conditions. അതായത് ഇവിടെ ഉണ്ടെന്ന് എന്താ, അഡ്ഹസീവ് ഫോഴ്സ് ആണ്. ഇത് ഈ ഫ്ലൂയിഡ് ലെയറും ഈ സോളിഡ് സർഫസും തമ്മിൽ എന്ത് വരും, ഒരു അഡ്ഹസീവ് ഫോഴ്സ് വരും. ടോട്ടലി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിനെ റിട്ടാർഡ് ചെയ്യാൻ തുടങ്ങും. ടോട്ടലി എന്താണ്, ഇനീഷ്യലി ഇല്ല ഫ്ലൂയിഡ് ഫ്ലോവിന് ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഫ്ലൂയിഡ് ഫ്ലോവിന് എന്ത് ചെയ്യുന്നു, റിട്ടാർഡ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് വരും ഈ നിയർ ദ പോയിന്റ്. കാരണം എന്താ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരും. സോളിഡ് ബൗണ്ടറി ആയിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ഒരു ഫ്രിക്ഷണൽ എഫക്ട് വരും, ഒരു അഡ്വേഴ്സീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിട്ടാർഡിങ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ വരുമ്പോൾ എന്താ, ഈ ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള എയറിന്റെ ഫ്ലൂയിഡ് വെലോസിറ്റി റെഡ്യൂസ്ഡ് ആയിട്ട് റിട്ടാർഡ് ചെയ്ത് ഇറ്റ് വിൽ ബി വെരി ക്ലോസ്ഡ് ലെയറിൽ ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ട് ഏറ്റവും നെയ്ബർഹുഡ് ആയിട്ടുള്ള പോയിന്റ് ലെയറിൽ വെലോസിറ്റി 0 ആവും. സച്ച് കണ്ടീഷൻ ആണ് നോ സ്ലിപ്പ് കണ്ടീഷൻ. ഓക്കെ, സപ്പോസ് ഈ സോളിഡ് ബൗണ്ടറിക്ക് ഒരു വെലോസിറ്റി, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും അഡ്ജസ്റ്റന്റ് ലെയറിനും എന്തായിരിക്കും, ആ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഈ കേസിൽ സോളിഡ് ബൗണ്ടറി സ്റ്റേഷനറി എന്നുള്ള എടുക്കുന്ന അസംഷൻ ആയതുകൊണ്ടാണ് ഇതും 0 ആവുന്നത്. ഓക്കെ, that condition is known as no slip condition. ക്ലിയർ ആണോ പറയുന്നത്? പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? മക്കൾ നിങ്ങൾ ആരും ഇല്ലേ, ഓൺലൈനില്ലേ? ധർമ്മേഷ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇനീഷ്യലി ഈ അഡ്ജസന്റ് ബൗണ്ടറി ലെയറിൽ എന്തായിരിക്കും, 0 വെലോസിറ്റി ആണ്. ഓക്കെ, സോ whenever it passes or whenever the direction vary from in the direction y direction, okay, you are taking an adjacent layer by layer. Okay, fluid in the layer by layer ആക്കി നോക്കിയാൽ for each layer in y direction the velocity of flow is getting increased.
Okay, the velocity of flow is getting increased in the y direction for each layer of fluid. Okay, totally free stream flow ne ഒരു particular section എടുക്കും ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ് ഡയറക്ഷൻ മെഷർ ചെയ്ത് ഇവിടുന്ന് എക്സ് ഒരു മീറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് ഈക്വൾ ടു 1 മീറ്ററിൽ പോയിന്റ് എടുത്ത് ഈ പോയിന്റിൽ ഞാൻ നോക്കി ഈ ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ലെയർ എന്തായിരിക്കും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അഡ്ഹസീവ് ഫോഴ്സ് വഴി ഒരു ഫ്രിക്ഷണൽ എഫക്ട് വഴി എന്ത് ചെയ്യും വെലോസിറ്റി സീറോ ആയി ദെൻ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്താ വരിക വൈ ഡയറക്ഷനിൽ ഞാൻ മുകളിലോട്ട് പോകണം വൈ ഡയറക്ഷനിൽ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ എഫക്ട് ഉണ്ടാവും ഈ അഡ്ഹസീവ് ഫോഴ്സിന്റെ എഫക്ട് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഫോഴ്സിന്റെ എഫക്ട് എന്താ കുറഞ്ഞു വരികയാണ് അല്ലേ നമ്മളൊരു ബ്ലോക്ക് ചെയ്യുന്ന എഫക്ട് എന്താ ഇവിടെ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഒരു അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ട് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അപ്പർ ഡയറക്ഷനിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താ ഉപയോഗിക്കണേ ഈ വെലോസിറ്റി കുറഞ്ഞു വരുന്നു ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരികയാണ് അല്ലെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ വെലോസിറ്റി എഫക്ട് എന്ത് വരും കൂടി തിരിച്ച് ഈ ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ് മാക്സിമം വെലോസിറ്റി അല്ലെ ഈ മാക്സിമം വെലോസിറ്റി പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യും സോ ഇൻ ദിസ് ഡയറക്ഷൻ എന്താണ് ഓരോ ലെയർ ആണ് നമ്മൾ ഓരോ ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബൈ ഫോർ ഈച്ച് ലെയർ ദ വെലോസിറ്റി ഈസ് വെരിങ് എന്തായാലും വൈ ഡയറക്ഷൻ ഓക്കെ കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ വെച്ചു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഈ വെലോസിറ്റി വിൽ ബിക്കം 99% ഓഫ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ഓക്കെ 99% ഓഫ് ഫ്രീ സ്ട്രീം വെലോസിറ്റി അതായത് സ്മോൾ യു ഇസ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന യു ഇൻഫിനിറ്റി ആണ് ഓക്കെ സ്മോൾ യു ആണ് ജനറൽ വെലോസിറ്റി ആണ് ഈ ഒരു പോയിന്റ് ഓരോ പോയിന്റിലും സ്മോൾ യു ആണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ് സ്മോൾ യു എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഈ പോയിന്റ് സ്മോൾ യു വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് ഫ്രം ദ വൈ ഡയറക്ഷനിൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും whenever we travel in y direction the small u value is getting varying okay so continuously it will getting increased and at a particular point when we reach a particular point it will become 99% of free stream velocity or u will be equal to mathematically if we are representing it as a mathematical form small u will be equal to 0.99 into 0.99 into u infinity ഓക്കെ 0.99 into u infinity ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എവിടെയാ ഒരു പർട്ടിക്കുലർ സെക്ഷനിലാണ് അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു 1 മീറ്റർ എന്നുള്ള ഒരു പർട്ടിക്കുലർ സെക്ഷനിലാണ് സിമിലർലി ഈ പ്ലേറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ സെക്ഷനിലും ഉണ്ടാവും ഇങ്ങനത്തെ ഡിഫറെന്റ് പോയിന്റ്സ് ഓക്കെ ഇവിടുന്ന് വെലോസിറ്റി സീറോ ആയിരിക്കും പിന്നെ കൂടി പോയി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തും ഈ പോയിന്റ് 99% യൂണിഫിനിറ്റി എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടാവും ഓരോ സെക്ഷനിലും ഉണ്ടാവും അങ്ങനെയുള്ള പോയിന്റ്സ് ഓക്കെ ഓരോ സെക്ഷനിലും അതുപോലെയുള്ള പോയിന്റ്സ് ഉണ്ടാവും ടോട്ടൽ ത്രൂ ഔട്ട് ദ ലെങ്ത് എടുത്താൽ ത്രൂ ഔട്ട് ദ പ്ലേറ്റ് ലെങ്ത് എടുത്താൽ ഇങ്ങനെയുള്ള ഈ അനാലിസിസ് നടത്തിയ ഓരോ സെക്ഷനിലും ഈ അനാലിസിസ് നടത്തിയാൽ ഈ യു ഈക്വൽ ടു 0.99 യു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ജനറൽ വെലോസിറ്റി വിൽ ബിക്കം ദ 99% ഓഫ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്നൊരു പോയിന്റ് ഓരോ സെക്ഷനിലും ഉണ്ടാവും അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റ്സ് ആണ് ഓക്കെ ഈ റെഡിൽ മാർക്ക് ചെയ്തൊക്കെ അങ്ങനെയുള്ള ഓരോ പോയിന്റ്സ് ഈ പോയിന്റ്സിനൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സിനൊക്കെ ജോയിൻ ചെയ്ത് ഒരു കർവ് വരച്ചാൽ ആ കർവിനെ പറയുന്ന പേരാണ് ബൗണ്ടറി ലെയർ ഓക്കെ ആ ഒരു കർവിനെ പറയുന്ന പേരാണ് ബൗണ്ടറി ലെയർ ഓക്കെ സോ ഇനീഷ്യലി at the adjacent layer the fluid velocity will become zero then whenever it goes on in y direction or goes on in upper direction for each fluid layer the fluid velocity is getting increased at a particular point it will become 0.99% 0.99 of not percentage 0.99 of u infinity or 99% of general velocity will become 99% of free stream velocity at a particular point so the locus of such points so the locus of such points along plate length okay plate length ന്റെ ഓരോ സെക്ഷനിൽ എടുത്താലും അങ്ങനെയുള്ള കുറെ പോയിന്റ്സ് ഉണ്ടാവും എന്ത് 99% കിട്ടുന്ന ഫ്രീ സ്ട്രീം വെലോസിറ്റിയുടെ 99% കിട്ടുന്ന ഓരോ പോയിന്റ്സ് ഉണ്ടാവും ഓക്കെ അങ്ങനെയുള്ള കുറെ പോയിന്റ്സിന്റെ ലോക്കസ് ഓഫ് സച്ച് പോയിന്റ്സ് is represented a boundary layer okay so അങ്ങനെയാണ് എന്ത് ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് this is the basic concept or basic formation concept of a boundary layer
ആക്ച്വലി ഒരു ഇമാജിനറി ലൈനാണ്. ഇങ്ങനെ ഒരു കർവ് ഒരു ഫ്രീ ഫിസിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റിലാണ് എന്ത് നമ്മൾ ഫോം ചെയ്യുന്നത്, ബൗണ്ടറി ലൈൻ ഫോം ചെയ്യണം. ഓക്കെ, ഇനി ബൗണ്ടറി ലൈൻ ഫോം ചെയ്യാൻ പറഞ്ഞത് വെലോസിറ്റി ഇതിന്റെ ഉള്ളിൽ വേരിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? വെലോസിറ്റി വേരിയേഷൻ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഓരോ പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ ഇനീഷ്യലി അഡ്ജസ്റ്റന്റ് ലെയറിൽ സീറോ വെലോസിറ്റി ആണെങ്കിൽ പിന്നെ കൂടി 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 ബൗണ്ടറി ലെയറിന്റെ ഈ പോയിന്റ് എത്തുമ്പോൾ എന്താ 99%. സിമിലർലി ഓരോ പോയിന്റിലും വേരിയേഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻസൈഡ് ദ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് വെലോസിറ്റി വേരിയേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, വെലോസിറ്റി വേരിയേഷൻ എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്, വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിരിക്കും, ഫർ ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ ബൗണ്ടറി ലെയർ ഫോർമേഷന്റെ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ ക്ലിയർ ആവുന്നില്ല ചോദിക്കണേ. കുറച്ച് സ്ലോ ആക്കി എടുക്കുന്നത് എന്തായാലും നമുക്ക് ടൈം ഉണ്ട്. ആ ഒരു ഇതിലാണ് കുറച്ച് സ്ലോ ആക്കി കൊണ്ടുപോകുന്നത് ക്ലാസ്. ഓക്കെ, ഈ ലാസ്റ്റ് മൊഡ്യൂളാണ്, അതുകൊണ്ടാണ്. എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ട്, നമുക്ക് ഒന്നുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ എന്തെങ്കിലും റിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, സോ എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, കാരണം ഈ ടോപ്പിക്കിന് റിവൈസ്ഡ് എടുക്കാനുള്ള ഒരു ടൈമിംഗ് കിട്ടുമെന്നല്ല, ബാക്കി മൊഡ്യൂളൊക്കെ ചിലപ്പോൾ റിവൈസ്ഡ് എടുക്കാനുള്ള ഒരു അവകാശം കിട്ടുമായിരിക്കും. ഇതിന് അത്രത്തോളം ടൈം കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇത്രയും സ്ലോ ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കണം എപ്പോഴും. ആക്ച്വലി നമ്മളെ ബൗണ്ടറി ലെയർ, ഈ ബൗണ്ടറി ലെയറുമായിട്ടുള്ള തിയറീസ് അതാണ് ഇനി അങ്ങോട്ട് നോക്കാൻ പോണത്. അതാണ് നമ്മൾ ബേസിക്കലി ബൗണ്ടറി ലെയർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ദ തിയറി കണക്റ്റഡ് വിത്ത് ദിസ് ബൗണ്ടറി ലെയർ കോൺസെപ്റ്റ്. Actually, this boundary layer will separate. Boundary layer will separate the total fluid flow region. Total fluid flow region into two different layers. Okay, one is inside the boundary layer and another one is outside the boundary layer. Okay, so a very thin layer of fluid that is called boundary layer in the immediate neighborhood of the solid boundary, where the variation of velocity from zero at the solid boundary to free stream velocity in the direction normal to the boundary takes place. Okay, that we have already explained. So initially, solid boundary point എന്തായിരിക്കും, zero velocity ആയിരിക്കും from the in the normal direction to the plate or to the flow direction. Okay, normal direction എന്താ എടുക്കുമ്പോൾ വെലോസിറ്റി വേരിയേഷൻ ആണ്. സീറോ വെലോസിറ്റി വേരി ചെയ്ത് 99% ഓഫ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി വരെ എത്തും. ദാറ്റ് മീൻസ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആ കേർവിന്റെ ഉള്ളിൽ ഇൻസൈഡ് ദ റീജിയൻ ഓർ ഇൻസൈഡ് ദ ബൗണ്ടറി ലെയർ റീജിയൻ there exists a velocity gradient. Okay, there exists a velocity gradient du by dy. So velocity gradient exist ചെയ്യുന്നുണ്ട് എന്നുള്ള പറഞ്ഞാൽ നമുക്ക് എന്തും കൂടി പറയാൻ പറ്റും. ഓൾറെഡി ഫ്രം ദ ഫോഴ്സ് മൊഡ്യൂൾ തൊട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, there will be, we are exerting a shear stress on the wall in the direction of motion. Okay, ഷിയർ സ്ട്രെസ് ടൗ ഉണ്ടാവും, ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇനി ഷിയർ സ്ട്രെസിന്റെ വാല്യൂ തരണമെങ്കിൽ ഇക്വേഷൻ എന്താണ്, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച ഇക്വേഷൻ ആണ്. എന്തായിരുന്നു അത്? ഷിയർ സ്ട്രെസ്സും du by dy എന്ന് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? എന്തായിരുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയന്റും പ്രൊപ്പോർഷണൽ ആണ്. വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി യൂസ് ചെയ്യുക. വാട്ട് വാസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? നിവേദ എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? നിവേദ്, stress is equal to nu into du by d.
എന്താണ്? Shear stress is equal to nu into ആ du by dy. shear stress is equal to mu into du by dy, right? അതാണ് എന്ത് വരുന്നത്? The value of shear stress is given by the equation Newton's law of viscosity, that is tau is equal to mu into du by dy. So inside the boundary layer എന്ന് പറയുന്നത് boundary layer region, actually the boundary layer is separating total fluid flow into two regions, where the velocity, one is the region with velocity gradient exists and another is the region where velocity gradient is not existing. Okay, so if there existing, if there a velocity gradient is existing, we can directly say there exists a shear stress, okay, or it will affect, or fluid will exert a shear stress on the wall in the direction of motion. So value of that shear stress will be obtained by tau is equal to mu into du by dy, and the remaining fluid, outside the boundary layer, അവിടെ എന്തായിരിക്കും ഓൾറെഡി പറഞ്ഞ പോലെ വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യില്ല, ടോട്ടലി വെലോസിറ്റി, ടോട്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെ ത്രൂ ഔട്ട് ദ വെലോസിറ്റി ഔട്ട്സൈഡ് ദ ബൗണ്ടറി ലെയർ free stream velocity ആയിരിക്കും, a constant velocity. So du by dy will become zero. As a result, എന്താണ് du by dy zero ആവുമ്പോൾ എന്താ വരിക? Shear stress automatically it will become zero. Okay, tau value will become zero. So if you are considering ഒരു boundary layer consider ചെയ്ത, actually boundary layer, നമുക്ക് boundary layer പല ടൈപ്പിൽ ഡെഫിനേഷൻ കൊടുക്കാം. Okay, boundary layer ഡെഫിനേഷൻ നമുക്ക് പല മെത്തേഡിൽ എഴുതാം. We can say that if boundary layer is a concept, actually concept ആണ്. So it's a layer that separates the total fluid flow region. It's a layer that separates total fluid flow region into two separate parts. One is where the relative velocity exists, and another one is there will not be any relative velocity or relative motion exists. Okay, if relative velocity is existing, that such area is inside the boundary layer where the shear stress effect will be also there. And if the relative motion, if there is no relative motion, then shear stress value will be zero. That means outside the boundary layer, the shear stress value will be zero. Inside the boundary layer, the shear stress will be existing. Okay. Any. So നമുക്ക് ബൗണ്ടറി ലെയറിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി എല്ലാ ഡിഫറെന്റ് ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, ആക്ച്വലി ദ ബൗണ്ടറി ലെയർ, വി ക്യാൻ ഡിഫൈൻ ദ ബൗണ്ടറി ലെയർ ആസ് ഇറ്റ്സ് എ ലോക്കസ് ഓഫ് എ പോയിന്റ്, it's a locus of a point at which the velocity of fluid particle becomes equal to 0.99 times, and 0.9 times of free stream velocity, right? Already നമ്മൾ explain ചെയ്തതാണ്. ഒരു particular point, ഒരു particular section എടുത്താൽ, ഒരു particular cross section എടുത്താൽ, from the solid boundary, near to the solid boundary, the velocity will become zero, and while it is varying in the y direction, the velocity will become increasing, continuously increasing, and at a particular point, it will become 99% of free stream velocity. So locus of such points, throughout the entire length of plate will provide a layer, and that layers are known as boundary layer. Okay, so boundary layer is a locus of a point at which the velocity of a fluid particle becomes equal to 0.9 times of free stream velocity. ഈ ഒരു ടൈപ്പിലാണ് എന്തൊരു വെലോസിറ്റി വേരിയേഷൻ പ്രൊഫൈൽ വരിക ബൗണ്ടറി ലെയറിന്റെ ഇൻസൈഡിൽ. ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് ഒരു സോളിഡ് ബോഡിന്റെ ഫ്ലൂയിഡ് പാസ് ചെയ്യാണ്. ഓക്കെ, സോളിഡ് ബോഡിയിലൂടെ ഓവറായിട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ബൗണ്ടറി ലെയറിന്റെ ഇൻസൈഡിൽ വെലോസിറ്റി പ്രൊഫൈലാണ്, വെലോസിറ്റി വേരി ചെയ്യുന്ന പ്രൊഫൈൽ ഒരു പാരാബോളിക് പ്രൊഫൈൽ ആയിരിക്കും. ഓക്കെ, ഒരു പാരാബോളിക് പ്രൊഫൈൽ കിട്ടി initially velocity. Then after the boundary layer, after the boundary layer, there will not be any velocity gradient exists. Throughout the velocity constant, so it will become constant. That will be the value will be the free stream velocity, right? Any similarly, ഇങ്ങനെ ഒരു ബോഡിയാണ്, സോളിഡ് ബോഡി ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കും. ഇനി വേറൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണ്, എന്താ? ഇറ്റ്സ് എ റീജിയൻ in flow field inside which fluid flow with a higher relative velocity, or a layer inside which a relative motion between the fluid particles may exist. Okay, it's a boundary layer can be defined as a layer which separate the total fluid flow into two different regions where
inside the boundary layer velocity gradient or relative motion exists, and outside the boundary layer where the relative motion does not exist. Okay, ഇനി ഞാനൊരു എടുക്കുക ഒരു ഐഡിയൽ ഒരു സപ്പോസ് എടുക്കുന്ന ഫ്ലോയുടെ ഞാൻ എന്ത് ചെയ്തു, റിലേറ്റീവ് മോഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സോ വിസ്കസ് എഫക്ട് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസിന്റെ എഫക്ട് ഉണ്ടാകുന്നില്ല. ദെൻ അതിന്റെ കൂടെ ഞാൻ പറയുന്നു ട്രാവൽ ചെയ്യുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്ന് കൂടി പറഞ്ഞു. സോ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും ഇവിടെ ബൗണ്ടറി ലെയറിന്റെ ഔട്ട്സൈഡ് വരിക. ഓക്കെ, ബൗണ്ടറി ലെയറിന് പുറത്ത് എന്തേലും ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള വിസ്കസ് എഫക്ട് ഇല്ലാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫ്ലോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ബൗണ്ടറി ലെയറിന് പുറത്ത് വരിക. സോ ഇൻകംപ്രസിബിൾ ഇൻവിസിബിൾ ഫ്ലോ ആണ് നമ്മൾ കോമൺലി പറയാണ് ഇറ്റ് വിൽ ബി എ ഐഡിയൽ ഫ്ലോ. ഓക്കെ, സോ region beyond the boundary layer will provide an ideal flow. Region beyond the boundary layer പുറത്ത് എന്തുണ്ടാവും, ഒരു ഐഡിയൽ ഫ്ലോ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക if the flow is incompressible. ഓക്കെ, ബട്ട് എന്ത് നമ്മൾ എപ്പോഴും ഇൻസൈഡ് ദ ബൗണ്ടറി ലെയർ നമുക്ക് വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ട്. വെലോസിറ്റി ഗ്രേഡിയന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെസ് എക്സിസ്റ്റ് ചെയ്യും. സോ ഷിയർ സ്ട്രെസ് ദാറ്റ് മീൻസ് there will be an existing of viscous effect. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ച വിസ്കസ് എഫക്ട് inside the boundary layer exist ചെയ്യുന്നത്. Okay, outside the boundary layer if the flow is incompressible ആണെങ്കിൽ outside the flow നമുക്ക് എന്താ പറയാം, ideal flow എന്ന് കൂടി പറയാം. Okay, this is the basic concept of boundary layer. Initially the growth and development of boundary layer. That means initially ഞങ്ങൾ ഒരു ഫ്ലോയുടെ ഫ്ലോ ചെയ്യുന്നത് ഒരു ഫ്രീ സ്ട്രീം ഫ്ലോനെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരു ഫ്രീ സ്ട്രീം ഫ്ലോ കൺസിഡർ ചെയ്തു. സോ ഇൻ ബിറ്റ്വീൻ ഒരു ഫ്ലോ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാം. അതേ ഡയറക്ഷൻ അതിന് പാരലായിട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താലും ഒരു പ്ലേറ്റ് വെച്ചു, ഒരു പാരലൽ ഫ്ലാറ്റ് പ്ലേറ്റ് പ്ലേസ് ചെയ്തു വിച്ച് ഈസ് പാരലൽ ടു ഫ്ലോ ഡയറക്ഷൻ. ഓക്കെ, സോ എന്താവും, അതിന്റെ ഒരു പോയിന്റ് ഉണ്ടാവും, സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ ഇവിടെ ഈ ഫിഗറിലൊക്കെ പറഞ്ഞതാണ്. സപ്പോസ് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു, അതിനകത്തേക്ക് ഒരു പാരലൽ പ്ലേറ്റ് വെച്ചു. ഈ ഒരു പോയിന്റ് സ്റ്റാർട്ടിങ് പോയിന്റ് പ്ലേറ്റിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിന് ലീഡിങ് എഡ്ജും ഈ ഒരു പോയിന്റ് ഞാൻ പറയുന്നു ട്രെയിലിംഗ് എഡ്ജ്. ഓക്കെ, ലീഡിങ് എഡ്ജും ട്രെയിലിംഗ് എഡ്ജും. ഓക്കെ, ഈ ലീഡിങ് എഡ്ജ് മുതൽ നമ്മളെ ബൗണ്ടറി ലെയർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഓരോ പോയിന്റ് കഴിയുന്നതനുസരിച്ച് ബൗണ്ടറി ലെയർ തിക്നെസ് ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻക്രീസ് ചെയ്ത് വരും. ഈ ഒരു പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെയുള്ള ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓരോ പോയിന്റ് കഴിയുന്നതിനനുസരിച്ചിട്ട് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ഇൻക്രീസ്ഡ് ആയിട്ട് വരുന്നു. അതിനൊറ്റ കാരണങ്ങൾ ഓരോ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് എ കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് മാസ് ഓഫ് വാട്ടർ ആഡപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രോത്ത് വരുന്നത്. ഓക്കെ, പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് അത് ആവശ്യമില്ല. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിങ്ങളോട് വരില്ല. ഇനി ഈ ടോട്ടൽ ബൗണ്ടറി ലെയർ റീജിയനെ നമുക്ക് 3 ഡിഫറെന്റ് റീജിയൻ ആയിട്ട് ട്രാൻസിറ്റ് ചെയ്യണം. ഓക്കെ, 3 ഡിഫറെന്റ് റീജിയൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കണ്ടിന്യൂസ്ലി ഒരു ടോട്ടൽ ഫ്ലൂയിഡ് ഫ്ലോ എടുത്താൽ ടോട്ടൽ ബൗണ്ടറി ഫ്ലൂയിഡ് ഫ്ലോ റീജിയൻ എടുത്താൽ ഇനിഷ്യലി ഞാൻ പറഞ്ഞു ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് പറഞ്ഞു ലീഡിംഗ് എഡ്ജ് എന്ന് പറയും. ഈ എൻഡിംഗ് പോയിന്റ് ഈ ഡി എന്നുള്ള പോയിന്റ് ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. ഓക്കെ, സോ ടോട്ടൽ ഫ്ലൂയിഡ് ഫ്ലോ റീജിയനിലെ ടോട്ടൽ ബൗണ്ടറി ഫ്ലോനെ നമ്മൾ 3 സെപ്പറേറ്റ് റീജിയൻസ് ആക്കി മാറ്റി. ഇനീഷ്യലി ദ ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ is classified into 3 stages. Initially it will be a laminar boundary layer or laminar zone, then a transition zone, then a turbulent zone. Okay, or laminar zone, then transition zone, then turbulent zone. So initially എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു പോയിന്റ് അപ് ടു ഈ എ ബി എന്നുള്ള റീജിയനിൽ ഫ്ലൂയിഡ് ഫ്ലോ ഒരു ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ ഒരു ലാമിനാർ ഫ്ലോ ആയിരിക്കും. വാട്ട് വാസ് ദ നോൺ ഡയമെൻഷണൽ നമ്പർ യു സെപ്പറേറ്റ് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ? ഏതാ നമ്മൾ മുന്നേ പഠിച്ച നോൺ ഡയമെൻഷണൽ നമ്പർ ഏതാ? ലാമിനാർ ഫ്ലോ ആണ് ടർബുലന്റ് ഫ്ലോ എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് ഏതാണ്? റെനോൾഡ്സ് നമ്പർ. ഓക്കെ, റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. സോ ഓരോ പോയിന്റ് കഴിയുന്നതിനനുസരിച്ചിട്ടും ഈ റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി
ഡി ബൈ ന്യൂ ആയിരുന്നു. അത് നമ്മൾ പഠിച്ചത് ഒരു സർക്കുലർ പൈപ്പിന്റെ കേസിലാണ്. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിലാണെങ്കിൽ വി ഇൻറ്റു എക്സ് ബൈ ന്യൂ ആയിരിക്കും. വി ഇൻറ്റു എക്സ് ബൈ ന്യൂ. അതായത് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതായിരിക്കും ഈ പർട്ടിക്കുലർ പോയിന്റിലെ എന്ത് റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള വാല്യൂ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ബി എക്സ് ഇൻറ്റു ന്യൂ എടുക്കുക, ബി എക്സ് ഡിവൈഡ് ബൈ ന്യൂ എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ഇത്രയും ലെങ്ത് ആയിരിക്കും, എ ബി എന്നുള്ള ലെങ്ത് ആയിരിക്കും. ഓക്കെ, സോ ഇനീഷ്യലി ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ഈ റീജിയനിൽ ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ്ലി മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് എന്തായിരിക്കും ഇത് ഫ്ലൂയിഡ് മോഷൻ മാറിക്കൊണ്ടിരിക്കും. സോ ഇനീഷ്യലി ലാമിനാർ ഫ്ലോ ആണെങ്കിൽ ലാമിനാർ റീജിയനിൽ എന്തായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ ലെയർ ബൈ ലെയർ ആയിരിക്കും അഡ്ജസ്റ്റ്. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഒരു സിക്സാക് മോഷൻ ഉണ്ടാവില്ല, ഒരു വെരി പാരലലി ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും, വെരി യൂണിഫോംഡ് ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. ഓക്കെ, സോ ദ വെലോസിറ്റി പ്രൊഫൈൽ വിൽ ബി എ പാരാബോളിക് പ്രൊഫൈൽ ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ ലാമിനാർ സോൺ. From there it is transformed into a transition zone. ഓക്കെ, ഈ ട്രാൻസിഷൻ സോണിനാണ് എന്തുണ്ടാവുക, ലാമിനാർ ടു ടർബുലന്റിലേക്കുള്ള കൺവേർഷൻ നടക്കുക. ഓക്കെ, ലാമിനാർ ടു ടർബുലന്റിലേക്കുള്ള കൺവേർഷൻ നടക്കുന്നത് ഈ ഒരു ട്രാൻസിഷൻ സോണിൽ വെച്ചിട്ടാണ്. Then from this transition zone to turbulent layer, okay, transition zone to it will be a turbulent layer like വരും. ഓക്കെ, ഈ ഒരു ടൈപ്പിലാണ് എന്ത് വരുന്നത്, ഫ്ലൂയിഡ് ഫ്ലോ അല്ലെങ്കിൽ ബൗണ്ടറി ലെയർ ഫോർമേഷനിലാണ് ഫ്ലൂയിഡ് ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി ലാമിനാർ ആയിരിക്കും, ദെൻ ട്രാൻസിഷൻ, ദെൻ ടർബുലന്റ് ലെയർ. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ സർ. നിങ്ങൾ മറ്റേ അത് ചെറിയൊരു അറ്റൻഡൻസ് എടുക്കണം, അതുകൂടി നോക്കണോടെ പെട്ടെന്ന്. അതിന് മുന്നേ ഒരു മിനിറ്റ്, എന്താ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ? ഈ പരിപാടി ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പരിപാടി ഞാൻ എടുക്കില്ല, ഞാൻ പലതവണ പറഞ്ഞതാണ്. എന്താ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് വേണ്ട എന്നുള്ളതുകൊണ്ടാണോ? എങ്ങനെയത് അതിന്റെ ഒരു തീരുമാനം എന്താ? എനിക്ക് ആവശ്യമില്ല, ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഈ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ, മാർക്ക് മേടിക്കാം. സബ്മിറ്റ് ചെയ്യുന്നവരൊക്കെ ഞാൻ മാർക്ക് തരുകയും ചെയ്യും. അല്ല, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? ആകാശ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, അഖില്, അമിത്, അനിരുദ്ധ്, ലാദിൻ, മുക്താസിം, സമ, സിയാൻ, പ്രത്യുഷ്, സൗരാഗ്, ധർമ്മേഷ്, ഇത്രയും ആൾക്കാർ അസൈൻമെന്റ് 3rd സബ്മിറ്റ് ചെയ്തിട്ടില്ല, 23rd സബ്മിറ്റ് ചെയ്തിട്ടില്ല. എന്താ നിങ്ങൾക്ക് ആയിരിക്കും മാർക്ക് വേണ്ടെന്നാണോ? അതോ അസൈൻമെന്റ് മാർക്കില്ലാതെ നിങ്ങൾക്ക് പാസ്സായിട്ട് പോകാൻ പറ്റുമെന്ന് ധാരണയുണ്ടോ നിങ്ങൾക്ക്? പ്രതീക്ഷയ്ക്ക് ഇതുവരെ അസൈൻമെന്റ് ഏതെങ്കിലും വെച്ചിട്ടുണ്ടോ പ്രതീക്ഷ? പെട്ടെന്ന് അയക്കാൻ എന്ത് പെട്ടെന്ന് അയക്കാന്ന്? എത്ര ദിവസം സമയം തന്നു? ഇന്ന് 22-ാം തീയതി ഞാൻ ലിമിറ്റ് വെച്ചത്, ഇന്ന് 27-ആയി. പിന്നെയും ഞാൻ 5 ദിവസം ഒന്നും മിണ്ടാതിരുന്നു. ഞാൻ ആരെങ്കിലൊക്കെ വെക്കുന്നുണ്ടെ വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ നടക്കാന്ന്? പലതവണയായി പറയും, ഇപ്പൊ ലാസ്റ്റ് മൊഡ്യൂളായി, ഇനിയൊരു അസൈൻമെന്റ് ഒന്നും ഇല്ല. എന്താണ് ആവശ്യം? എന്താ പറഞ്ഞാൽ കേട്ടില്ല. എന്തുകൊണ്ട് ആവശ്യം വെക്കാഞ്ഞത്? വേറെ അസൈൻമെന്റ് കൊണ്ട് ഞാനിപ്പോ ഇത് എത്ര ദിവസം കിട്ടിയപ്പോ? ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അസൈൻമെന്റ് വേറെ ഉണ്ടായിട്ടില്ല, 4-5 ദിവസത്തിനുള്ളിൽ. എന്റെ ഇതൊക്കെ എന്താ വെക്കാഞ്ഞത്? ഇന്ന് നോക്കൂ, ഇതുവരെ എന്തുകൊണ്ടാണ് വെക്കാഞ്ഞത് ഞാൻ ചോദിച്ചത്. ഇന്ന് വെക്കുന്ന കാര്യം വേറെ അസൈൻമെന്റ്. അപ്പൊ ഒരു സബ്ജക്ട്, ഈ സബ്ജക്ട് അസൈൻമെന്റ് വെക്കണ്ടേ? എത്ര ദിവസം മുന്നേ തന്നെ എനിക്കിത്? 10-12 ദിവസമായിട്ട് ഞാൻ തന്നിട്ട്. അമിത് എന്താ വെക്കാഞ്ഞത്? അമിത്
എന്തുകൊണ്ടാ വെക്കാൻ അസൈൻമെന്റ്? സാർ ഇന്ന് വെക്കും സാർ, വേറെ കുറെ തിരക്കായി പോയി സാർ. നിങ്ങൾക്ക് ഞാൻ ചാൻസ് തന്നില്ലെന്ന് പറഞ്ഞു, എന്ത് വെക്കാൻ വേണ്ടി? അല്ല അങ്ങനല്ല, ഞാൻ സാറിനോട് പറയുന്നേ ഇന്ന് വെക്കാൻ. എന്തുകൊണ്ടാ ഇതുവരെ വെക്കാഞ്ഞെന്ന് ഞാൻ ചോദിച്ചത്. ടൈം കിട്ടിയില്ല സാർ. 10-12 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് സമയമില്ല. സാർ തിരക്കാ സാർ. ഭയങ്കര തിരക്കാണ് വീട്ടിൽ തന്നെ ഇരിക്കലേ ഇന്ന്. ഞാൻ ആവശ്യത്തിന് പുറത്തിറങ്ങിയല്ലോ സാർ. ആവശ്യത്തിന് പുറത്ത് ആകെ ചെയ്യാനുള്ള വർക്ക് ചെയ്യും, എന്നിട്ട് ആവശ്യത്തിന് പുറത്തിറങ്ങാം. ഇപ്പത്തെ മെയിനായിട്ടുള്ള ആവശ്യം ഇതാണ്. ഇന്ന് വൈകുന്നേരം 3 മണി വരെ നോക്കും. 3 മണിക്കുള്ളിൽ വെക്കുന്നുണ്ടെ വെക്കുക, എല്ലാത്ത കൂട്ടർ വെക്കണമെന്നില്ല. ആകാശ് അറ്റൻഡൻസ് പറ. ആകാശ്. അഖിൽ. അമിത്. പ്രസന്റ് സാർ. അനിരുദ്ധ്. പ്രസന്റ് സാർ. കാർത്തിക്. പ്രസന്റ് സാർ. ലാദിൻ. ലാദിൻ. പ്രസന്റ്. ഷഹസാദ്. പ്രസന്റ്. മുക്താസിം. പ്രസന്റ് സാർ. അസഫ്. പ്രസന്റ് സാർ. ഫർദീൻ. പ്രസന്റ് സാർ. ഫത്തേഹ്. പ്രസന്റ് സാർ. സമ. സമ. സിയാൻ. സിയാൻ. നിഷാഖ്. പ്രസന്റ് സാർ. നിവേദ്. പ്രസന്റ് സാർ. ഋത്വിഷ്. പ്രസന്റ് സാർ. രാഹുൽ. പ്രസന്റ് സാർ. ചരുൺ. പ്രസന്റ്. സൗരഭ്. പ്രസന്റ്. സൗരഭ്. പ്രസന്റ് സാർ. ശ്രീരാഗ്. ശ്രീരാഗ്. ശ്രീരാഗ് ഉണ്ടോ? ഓക്കെ. വിഷ്ണു. പ്രസന്റ് സാർ. വിഷ്ണു എൻ. പ്രസന്റ് സാർ. ധർമ്മേഷ്. പ്രസന്റ് സാർ. ഓക്കെ. ശ്രീരാഗ് ഞാൻ കണ്ടു. ഓക്കെ. ഇന്ന് 3 മണി വരെ സമയം തരാം, അതിനുള്ളിൽ വെച്ചിരിക്കണം. പ്രത്യുഷ് എന്താ വെക്കാഞ്ഞത്? പ്രത്യുഷ് സാർ. എന്തുകൊണ്ട് അസൈൻമെന്റ് വെക്കാഞ്ഞത്? സവക്ക വിട്ടുപോയതാ. ഇതിലൂടെ ഏതെങ്കിലും അസൈൻമെന്റ് നീ വെച്ചിട്ടുണ്ടോ? വെച്ചിരി. ഏത് അസൈൻമെന്റ്? വേറെ സബ്ജക്റ്റിന്റെ വെച്ചിട്ടും വേറെ സബ്ജക്ട് പാസ്സായാൽ മതി, നമുക്കൊരു പ്രശ്നമില്ല. ഓക്കെ. ഓക്കെ ശരിയാണോ? താങ്ക് യു. ഓക്കെ, നമുക്ക് ബാക്കി നാളെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.